ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുശീലയെ കാണാൻ വേണ്ടിയിട്ട് ഇന്ദ്രൻ തൻ്റെ അമ്മയുടെ അരികിലോട്ട് വരുമ്പോൾ സുശീലയാണെങ്കിലോ തന്ത്രങ്ങൾ പ്രയോഗിക്കൽ തുടങ്ങിയിട്ടോ. പൂജാമുറിയിൽ പൂജയൊക്കെ ചെയ്ത് സുശീല ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ ഇന്ദ്രൻ അതിശയത്തോടു കൂടി നോക്കുമ്പോൾ ഇപ്പുറത്ത് സോനയും ഈ പറയുന്ന പ്രതിഭയും പേടിയോടുകൂടി നോക്കണം കേട്ടോ. അങ്ങനെ അമ്മേ എന്ന് വിളിക്കുമ്പോൾ വലിയൊരു മുഖമൊന്നും കൊടുക്കുന്നില്ല സുശീല. അത് കാണുന്നതിനോട് കൂടിയിട്ട് ഇന്ദ്രൻ, എന്താ അമ്മേ, അമ്മക്ക് എന്നോട് പിണക്കമാണോ, അമ്മയോട് ഞാൻ പറയാതെ പോയതിനുള്ള ആ ദേഷ്യവും പരിഭവമാണോ എന്ന് പറയുമ്പോൾ സുശീല പുച്ഛിച്ച് തള്ളും പോലെ ഒരു നോട്ടവും ഒരു കാട്ടലും കാട്ടിയിട്ട് സുശീല പൂജകളെല്ലാം ചെയ്യാൻ കേട്ടോ. ഇതേ സമയം സുശീല ഒന്നും തന്നെ മിണ്ടാതെ ഉമ്മറത്തോട്ട് പോകുമ്പോൾ സത്യനോട് ശ്യാമ പറയണ തുടങ്ങി പ്രതിഷേധം. ഇനി ഇവിടെ ഒന്നൊന്നര രീതിയിൽ തന്നെ ആയിരിക്കും ഇന്ദ്രേട്ടൻ്റെ തിരിച്ചടി എന്ന് പറയട്ടോ. ഇത് കേൾക്കുന്ന ഭാനുമ, ഈശ്വര, ഇനി എന്തൊക്കെയാണാവോ നടക്കാൻ പോകുന്നത് എന്ന ഭാവത്തിൽ ഭാനുമ നിൽക്കുമ്പോൾ ഉടൻ തന്നെ സുശീലയുടെ അടുത്തോട്ട് വീണ്ടും ഇന്ദ്രൻ ചെല്ലാനിട്ട്, അമ്മേ എന്തിനാ എന്നോട് പിണക്കം, അമ്മയോട് പറയാതെ പോയതിലാണോ, അതെൻ്റെ സാഹചര്യം അങ്ങനെയാണ്. വേണ്ടടാ, എല്ലാവർക്കും തട്ടാനും കൊട്ടാനും അല്ലേ എന്നെ നീ ഇട്ട് കൊടുത്തിരിക്കുന്നത്. നിനക്ക് നിൻ്റെ അമ്മയല്ലാതായി മാറിയല്ലോ. 10 മാസം നിന്നെ ഞാൻ ഉദരത്തിലിട്ട് വളർത്തിയതും നിങ്ങളുടെ അച്ഛൻ പോയതിനു ശേഷം എന്തെല്ലാം കഷ്ടപ്പാടും യാതനകളും എല്ലാം സഹിച്ചാണ് ഞാൻ നിന്നെ വളർത്തിയതെന്ന് മറ്റുള്ള മക്കളെക്കാൾ കൂടുതൽ നിനക്കറിയാം. എല്ലാവരുടെയും തെറിയും മാട്ടും തുപ്പൊക്കെ കേട്ടിട്ടാണ്. ഇനിയിപ്പോൾ യോഗം മക്കളുടേതാണെങ്കിൽ അങ്ങനെ സുശീല അങ്ങ് ഏറ്റുമെന്ന് പറയട്ടോ. ഇത് കേൾക്കുന്ന സത്യൻ, എന്തിനാ അമ്മ ഇങ്ങനെ കാട് കയറി സംസാരിക്കുന്ന, ഏടാ നീ ഇതിൽ ഇടപെടേണ്ട, നിനക്കൊക്കെ നിൻ്റെ ഭാര്യയും മറ്റുള്ളവരും മാത്രം മതി. എന്നാൽ ഇവൻ അങ്ങനെയല്ലായിരുന്നു. ഇവൻ മാത്രമേ എന്നെ സ്നേഹിക്കാനും എന്നോട് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനും ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ ഇവനും തലതിരിഞ്ഞവനാണെങ്കിൽ പിന്നെ എനിക്കെന്ത്, എൻ്റെ ജീവിതം ഇങ്ങനെ അങ്ങ് തീർന്നോട്ടെ. ഈ മുക്കിൽ എവിടെയെങ്കിലും കഞ്ഞും ചോറൊക്കെ കുടിച്ച് ഞാനങ്ങ് ജീവിച്ചോളാം എന്ന് പറയുമ്പോൾ ഇന്ദ്രൻ സുശീലയുടെ അടുത്ത് വീണ്ടും പോകണേട്ടാ. എന്തിനാ അമ്മ എന്നെ ഇങ്ങനെ സങ്കടപ്പെടുത്തുന്നത്, എൻ്റെ അടുത്ത് തെറ്റുപറ്റി, എൻ്റെ അമ്മയോട് എനിക്ക് പറയാണ്ടേ പോവേണ്ടി വന്നു, അതെനിക്ക് കുറ്റബോധമുണ്ട്. അതുകൊണ്ടാണല്ലോ വന്ന പാടെ അമ്മയുടെ അരികിലോട്ട് ആ ടാക്സിയിൽ തന്നെ ഞാനിങ്ങോട്ടേക്ക് വന്നു കയറിയത്. ഇത് കേൾക്കുന്ന സുശീലയുടെ മനസ്സിൽ ഒരു ചിരിയും പുഞ്ചിരിയൊക്കെ വരുന്നുണ്ട്. ഇങ്ങനെ തന്നെ വേണടാ, അതിനാടാ എൻ്റെയും പ്രയോഗം എന്നുള്ള ആ ലെവലിൽ. അപ്പോൾ സോന പറയണേ, അമ്മ എന്തിനാ വെറുതെ ഇന്ദ്രേട്ടനെ ഇങ്ങനെ സങ്കടപ്പെടുത്തുന്നത്, അതിന് മാത്രം ഇവിടെ എന്താണ് ഇപ്പോൾ കുഴപ്പം, എന്ത് പ്രശ്നമാണുള്ളത്, അമ്മ ഇന്ദ്രേട്ടനെ സന്തോഷത്തോടു കൂടി സംസാരിച്ചൂടെ എന്ന് പറഞ്ഞ ഉടനെ തന്നെ, അടി നീ അങ്ങനെ ആ അടി പറയുള്ളൂ, കണ്ടവന്മാരുടെ അടിയെല്ലാം കൊണ്ടിട്ടും എനിക്ക് 2 മക്കൾ എൻ്റെ അരികിലുണ്ടായിട്ടും എനിക്ക് വേണ്ടി ആരെങ്കിലും അവളുടെ അടുത്ത് ചോദ്യം ചെയ്യാൻ ചെന്നോ എന്ന് ചോദിക്കാനിട്ടാ. ഇത് കേൾക്കുന്ന ഇന്ദ്രൻ, എന്താ അമ്മ പറഞ്ഞത്, കണ്ടവന്മാരുടെ അടി കൊണ്ടു എന്നാ, എന്താ അമ്മ പറഞ്ഞത്, മനസ്സിലായില്ല എന്ന് പറയട്ടോ. ഇതേ സമയം ഇതിൽ കൂടുതലൊന്നും മനസ്സിലാക്കാനില്ല, നിന്നോട് പ്രത്യേകിച്ച് സംസാരിക്കാനും എനിക്ക് താല്പര്യമില്ല. നീ നിൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടല്ലേ ജീവിക്കുന്നത്, ഭാര്യയ്ക്കും ഭാര്യ വീട്ടുകാരും ഒക്കെ ആണല്ലോ നിൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ വലിയ ആളുകൾ. ഞങ്ങളൊന്നും ഒന്നല്ലല്ലോ. പ്രത്യേകിച്ച് നിൻ്റെ അമ്മ നിനക്ക് വെറുപ്പല്ലേ, എല്ലായിടത്തും പ്രശ്നക്കാരിയാണല്ലോ സുശീല. അതുകൊണ്ട് തന്നെ സുശീലയെ ആർക്ക് എന്ത് ചെയ്താലും മക്കൾ പോലും എന്നെ തള്ളിക്കളയുമെന്ന് എല്ലാവർക്കും അറിയുന്നത് കൊണ്ട് തന്നെ വന്നു കയറിയ മരുമക്കൾ അടിച്ചാൽ എന്ത്, അടിച്ചില്ലെങ്കിൽ എന്ന് പറയാൻ കേട്ടോ. അപ്പം ഇത് കേൾക്കുന്ന സുശീലയുടെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ അമ്മയെ അവിടെയും ഇവിടെയും തൊടാതെ മുന വെച്ച് സംസാരിക്കാതെ. അപ്പോഴേക്കും ഭാനുമ്മ പറയണേ, എന്തിനാ സുശീലേ നീ വെറുതെ നിൻ്റെ കുടുംബത്ത് പ്രശ്നമുണ്ടാക്കുന്നത്, നിൻ്റെ കുടുംബം ഐക്യതയോടുകൂടി കൊണ്ടു നടക്കേണ്ടത് നിൻ്റെ ഉത്തരവാദിത്തമാണ് സുശീലേ. നീ തന്നെ നിൻ്റെ കുടുംബത്തെ ചിതറിക്കേണ്ട സുശീലേ. നിങ്ങൾ തള്ളെ അങ്ങനെ പറയുള്ളൂ, കാരണം നിങ്ങൾക്ക് അവളോടാണല്ലോ കൂറ്. എന്നെ ആരടിച്ചാലും പോലും നിങ്ങൾ അവൾക്ക് അന്തിത്തുണക്ക് പോവുമല്ലോ. ഇത് കേൾക്കുന്ന ഇന്ദ്രൻ്റെ കാര്യങ്ങൾ ഏകദേശം പിടികിട്ടി. അങ്ങനെ ഇന്ദ്രൻ പറയണേ, അമ്മേ എന്താണ് ഇവിടെ ഉണ്ടായത്, അനുപമയെ കൊണ്ട് അമ്മയ്ക്ക് എന്ത് പ്രശ്നമാണ് ഉണ്ടായത്, അമ്മ എന്നോട് പറ, അനുപമയായിരിക്കുമല്ലോ അമ്മയുടെ പ്രശ്നക്കാരത്തെ, അമ്മ പറ എന്ന് പറയുമ്പോൾ, വേണ്ട ഞാൻ പറയുന്നില്ല, ഞാനായിട്ട് ആരോടും ഒന്നും പറയുന്നില്ല, ഞാൻ പറഞ്ഞാൽ അതിലാവുമല്ലോ, പിന്നെ ഈ നിൽക്കുന്ന 2 മക്കളും എൻ്റെ മരുമകനും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ കുറച്ചെണ്ണം കൂടി നിൽക്കുന്നുണ്ടല്ലോ, അവരൊക്കെ നാളെ എന്നെ കുറ്റപ്പെടുത്തലെന്ന് പറഞ്ഞിട്ട്. അപ്പോഴേക്കും പ്രതിഭ ഇവരുടെ ഒരു കൂർമ്മ ബുദ്ധിയും ഇവരുടെ ഈ മക്കളെ ഇട്ടിട്ട് പെടാപാട് പെടുത്തുന്ന ആ ഒരു സങ്കടപ്പെടുത്തുന്ന ആ ഒരു ഇതൊക്കെ കണ്ട് പ്രതിഭ പോലും അതിശയിച്ച് പോകട്ടെ. ഈശ്വര, ഇവരുടെ എന്തൊരു അഭിനയമാണ് എന്നുള്ള ലെവലിൽ പ്രതിഭ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇന്ദ്രൻ ചോദിക്കുക, അമ്മ മതി നിർത്ത്, ഇനി എന്താ കാര്യം എന്ന് വ്യക്തമായി എന്നോട് പറഞ്ഞാൽ അതിനുത്തരം ഞാൻ നൽകാം എന്ന് പറയാൻ കേട്ടോ. ഇതേ സമയം ഉടൻ തന്നെ സുശീല പറയണേ, എടാ നിന്നോടുള്ള ഇഷ്ടക്കൂടുതൽ കൊണ്ടാണ് ഞാൻ നിൻ്റെ വീട്ടിലോട്ട് ഞാൻ താമസിക്കാൻ വന്നത്. പക്ഷേ നീ മനഃപൂർവ്വം അമ്മയെ ആ വീട്ടിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി നീ എന്നോട് പോലും പറയാതെ മധുരയ്ക്ക് പോയതെന്ന് എനിക്ക് മനസ്സിലായതാണ്.
പക്ഷേ എന്നിട്ടും ഞാൻ അവിടെ നിന്നത്, നീ പോയാൽ പിന്നെ എനിക്ക് തിരിച്ചു വരായിരുന്നു, പക്ഷെ ഞാൻ അവിടെ നിന്നത് നിനക്ക് തന്ന വാക്ക്, ആ വാക്കിൻ്റെ പുറത്ത് മാത്രമാണ്. എന്നാൽ എന്നോട് ഇത്രയും വലിയൊരു പ്രതികാരം അവൾ ചെയ്യുന്ന ഒരിക്കലും ഞാൻ കരുതിയില്ല. അർഷ എൻ്റെ കൂട്ടുകാരിയാണ്, അർഷയെ ഞാൻ അങ്ങോട്ടേക്ക് വിളിക്കലും കൂട്ടുകൂടലൊക്കെ ഉണ്ട്. പക്ഷേ അർഷയെ അടിക്കേണ്ട സ്ഥാനത്ത് അവൾ എൻ്റെ കരണക്കുറ്റി നോക്കിയാണ് അർഷയെ കൊണ്ടുവന്നതിൽ എന്നെ അടിച്ചത് എന്ന് പറയട്ടോ. ഇത് കേൾക്കുന്ന ഇന്ദ്രൻ പറയാണ്, അമ്മയെ അടിച്ചു എന്നോ? എന്താ അമ്മ പറഞ്ഞത്? എനിക്കൊന്നും മനസ്സിലായില്ല. അമ്മ ഒന്ന് വ്യക്തമാക്കി പറഞ്ഞേ. വേണ്ടടാ, നിന്റെ അഭിനയൊക്കെ നിർത്തിക്കടാ. അമ്മയെ അടിച്ചാലും അമ്മയെ തല്ലിക്കൊല്ലി ഒരു മുക്കിലിട്ടാലും ഇപ്പോഴും നിങ്ങൾക്കൊക്കെ ഭാര്യമാരാണല്ലോ വലുത്. എനിക്ക് പിന്നെ ആരും ഇല്ലാത്തത് കൊണ്ട് എന്നെ ആരെന്ത് ചെയ്താലും ആരും ചോദ്യം ചെയ്യാനില്ല. ഇവനെന്ന് പറയുന്നവൻ ഇവളെന്ന് പറയുന്നവൻ, ഇവർ രണ്ടുപേരും ഇവിടെ ഉണ്ടായിട്ട് കാര്യമില്ല. എന്നാൽ നീ ആയിരുന്നു എനിക്കൊരു തുണയുണ്ടായിരുന്നു. ഇപ്പം നീയും നിൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയല്ലേ താമസിക്കുന്നത്. അതുകൊണ്ടാണല്ലോ അമ്മയിൽ നിന്ന് രക്ഷപ്പെടാൻ നീ ഇവിടെ നിന്നും വീടെടുത്ത് അവളുമായി താമസിക്കുന്നതെന്ന് പറയാനിട്ടാ. നിങ്ങളുടെ സുഖവും സൗകര്യക്കുറവിനൊന്നും ഞാൻ ഇനി അങ്ങോട്ടേക്ക് വരില്ല. ഞാനൊരു ബാധ്യതയാവില്ല. ഞാൻ ഇവിടെ എങ്ങും കഴിഞ്ഞോളാം എന്നൊക്കെ പറഞ്ഞ് സുശീല പൊട്ടി കരയാണ് കേട്ടോ. അപ്പോൾ ഈ കരച്ചിൽ കാണുമ്പോൾ ഇന്ദ്രന് സഹിക്കില്ല. എന്താ അമ്മേ, എന്താണെങ്കിലും ഈ അമ്മ എന്നോട് തുറന്ന് പറയാം. എൻ്റെ അമ്മയുടെ കണ്ണുനീരിന് അന്ത്യം ഞാൻ കുറിച്ചിരിക്കും. അമ്മ എന്താണ് ഇവിടെ, ആരാണ് അമ്മയെ അടിച്ചത്? എനിക്ക് മനസ്സിലായില്ല. അനു എന്ത് കാട്ടിയെന്ന് അമ്മ പറയുന്നത് എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ സുശീല ഈ സത്യങ്ങൾ പറയാനായിട്ട് ഹർഷ വന്നതിൽ അവളെന്നെ അടിച്ചു എന്നുള്ള സത്യം പറയുമ്പോൾ ഇത് കേൾക്കുന്ന ഇന്ദ്രൻ്റെ കയ്യിലുള്ള ആ ഡ്രസ്സൊക്കെ താഴെ വീഴട്ടോ. ഇതോടുകൂടി ഭാനുമ്മയും സത്യനും സോനയും എല്ലാം പോയി. ഇന്ദ്രേട്ടൻ പഴയ ഇന്ദ്രേട്ടനായി എന്ന ആ ഭാവത്തിൽ നിൽക്കുമ്പോൾ ഉടൻ തന്നെ സുശീലയോട് പറയണേ, എൻ്റെ ഭാര്യ അമ്മയെ അടിച്ചിട്ടുണ്ടെങ്കിൽ അവൾക്ക് ഇനി എൻ്റെ ഭാര്യ എൻ്റെ ജീവിതത്തിൽ ഒരു സ്ഥാനമില്ല എന്ന് പറയട്ടോ. ഇത് കേൾക്കുന്ന ഭാനുമ്മ പറയണേ, എന്താടാ നീ പറയുന്നത്? നിൻ്റെ അമ്മയുടെ വാക്കുകൾ കേട്ട് അസഭ്യ വാക്കുകൾ പറയാതെ എന്താണ് സത്യത്തിൽ ഉണ്ടായതെന്ന് ഞാൻ നിന്നോട് പറയാമെന്ന് പറയുമ്പോൾ ഭാനുമ്മ മതി, ഒന്നും പറയണ്ട. എൻ്റെ അമ്മയെ ഈ പറയുന്ന അനു അടിച്ചു എന്നാൽ പിന്നെ വേറെ വാക്കുകളൊന്നും എനിക്ക് കേൾക്കാൻ താല്പര്യമില്ല. അതുകൊണ്ട് ഇവിടെ വെച്ച് ഈ സംസാരം നിർത്തിയേക്ക് ഭാനുമേ. അതുകൊണ്ട് എൻ്റെ ഭാര്യയായി ഇനി അവൾക്ക് ഇവിടെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ അമ്മയുടെ അടിയും തൊഴിയും ദാസിപ്പണിയൊക്കെ ചെയ്ത് ഈ വീട്ടിൽ അവൾക്ക് താമസിക്കാം. അല്ലെങ്കിൽ അവൾക്ക് ഇനി എൻ്റെ ഭാര്യയാവാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇനി അങ്ങോട്ടില്ല എന്ന തീരുമാനവുമായി ഇന്ദ്രൻ അവിടെ നിൽക്കുമ്പോൾ ഇത് കേൾക്കുന്ന സത്യനൊക്കെ തെറ്റിദ്ധരുത്താൻ നോക്കും. പക്ഷേ കലി തുള്ളുന്ന ഇന്ദ്രൻ അങ്ങനെയാണല്ലോ. അങ്ങനെ ഇന്ദ്രൻ കലി തുള്ളിയും കൊണ്ട് ഇങ്ങനെ ഈ ഒരു പ്രതിജ്ഞ ഭാനുമ്മയോട് പറയണേ, നിങ്ങൾ അവിടെ ചെന്ന് പറഞ്ഞേക്കെ എന്ന് പറയാൻ കേട്ടോ. എന്നാൽ ഈ സമയം അമ്പിളി ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് അനുപമയുടെ അടുത്തോട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ അനുപമ അനുപമയോട് ചോദിക്കുന്നുണ്ട്, ഇന്ന് ഇന്ദ്രൻ വരുമെന്ന് അറിഞ്ഞിട്ടാ മോളെ ഞാൻ നിൻ്റെ അടുത്തോട്ട് വന്നത്. ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അറിയുമ്പോൾ പ്രശ്നം വരാനിരിക്കുന്നുള്ളൂ ചേച്ചി. അവരങ്ങോട്ടേക്ക് പോയിരിക്കിട്ടുണ്ട്. ഇന്ദ്രേട്ടൻ്റെ കൂടെ ഭാനുമ്മയും പോയിട്ടുണ്ട്. എന്തായാലും അവർ എന്നെക്കുറിച്ച് നല്ലതൊന്നും ആ സ്ത്രീ ഒരിക്കലും പറയില്ല. ആ സ്ത്രീക്ക് എന്നോട് വിരോധമാണ്, അവർക്ക് എന്നെ ദേഷ്യമാണ്, വെറുപ്പാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അടിച്ചു എന്നേ അവർ പറയുള്ളൂ. യാദൃശികമായി ഉണ്ടായ സംഭവമാണ്, അബദ്ധവശാൽ അടി കിട്ടിയതാണെന്ന് ഒന്നും അവർ പറയില്ല എന്ന് പറയട്ടോ. അങ്ങനെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ മോളെ എന്നാലും എന്ന് പറയുമ്പോൾ എന്നാലും ചേച്ചി വരാനുള്ളത് വഴി തങ്ങില്ല. വരാനുള്ളത് ആ സമയം എന്താണ് അതിൻ്റെ സാഹചര്യം പോലെ വെച്ചാൽ അത് ഞാൻ ഏറ്റുവാങ്ങുമെന്ന് പറയട്ടോ. അപ്പോഴാണ് ഗേറ്റ് തുറന്നു വരുന്നത് കാണുന്നത്. അപ്പോൾ തന്നെ ഇത് ഇന്ദ്രനായിരിക്കുമോ എന്നുള്ള ഭാവത്തിൽ ഓടിച്ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച ഭാനുമ്മയായിരിക്കും കേട്ടോ. അപ്പോൾ ഭാനുമ്മയെ കാണുന്ന അമ്പിളി മനുമ എന്തായി എന്ന് പറയുമ്പോൾ ഭാനുമ്മയുടെ മുഖമൊക്കെ ഒരു ജാതി ഉണ്ട് കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ ഇന്ദ്രേട്ടൻ എവിടെ എന്നിങ്ങനെ അനുപമ ചോദിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി ഭാനുമ്മ നിൽക്കുമ്പോൾ ഭാനുമ്മ ഞാൻ വിചാരിച്ചത് തന്നെ നടന്നൂല്ലേ, ഞാൻ അടിച്ചു എന്ന് അവർ പറഞ്ഞിട്ടുണ്ടാവൂല്ലേ ഭാനുമ്മ. ഇത് കേൾക്കുന്ന മോളെ അത് പിന്നെ അത് തന്നെ സംഭവിച്ചു എന്ന് പറയണ്ട. എന്നാൽ എൻ്റെ ഭർത്താവ് എന്ത് തീരുമാനമാണ് എടുത്തത് എന്ന് എനിക്ക് നിങ്ങളോട് ചോദിക്കേണ്ട. എൻ്റെ അമ്മയുടെ വാക്കുകൾ കേട്ട് എന്നെ തള്ളിക്കളയാനുള്ള ആ ഒരു തീരുമാനമായിരിക്കും അവിടെ എടുത്തിട്ടുണ്ടാവുക എന്ന് പറയുമ്പോൾ മോളെ അവിടെ അവൻ എടുത്ത തീരുമാനം നീ ഇനി ഇന്ദ്രൻ്റെ കൂടെ ജീവിക്കണം എന്നുണ്ടെങ്കിൽ സുശീലയുടെ അടിയും തൊഴിയും ദാസിപ്പണിയൊക്കെ ചെയ്ത് അവിടെ താമസിക്കണം എന്നുള്ള ആ ഒരു തീരുമാനമാണ് അവനെ എടുത്തത് എന്ന് അനുപമയോട് പറയുമ്പോൾ അനുപമ പറയണേ, ഞാൻ അയാളുടെ ഭാര്യ ആവണം എന്ന് എനിക്ക് യാതൊരുവിധ ആഗ്രഹവുമില്ല.
അയാളുടെ അമ്മയുടെ അടിയും തൊഴിയും ദാസിയും ചെയ്ത് ഞാൻ ഒരിക്കലും അയാളുടെ ഭാര്യയെ ആഗ്രഹിക്കുന്നില്ല. അയാൾക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ അയാൾ വേറെ ഭാര്യയെ നോക്കിക്കോട്ടെ എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ അനുപമ ആ കിടുക്കൻ തീരുമാനമെടുക്കുമ്പോൾ ഇനി ഇന്ദ്രൻ തൻ്റെ അമ്മയുടെ വാക്കുകൾ കേട്ട് അനുപമയെ തള്ളിക്കളയൂട്ടോ. പക്ഷേ ഇതിനിടയ്ക്കാണ് ലാസ്റ്റ് ഇന്ദ്രൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷമാണ് വിനയൻ ഈ വീഡിയോ കാണിക്കുക. പക്ഷേ അന്തസ്സുള്ള പെണ്ണായതുകൊണ്ട് തന്നെ അനുപമ ഇനി ഇന്ദ്രൻ്റെ കൂടെയുള്ള ഒരു ജീവിതം വേണ്ടെന്നുള്ള ആ തീരുമാനം തന്നെ അനുപമ എടുക്കൂട്ടോ.